നമ്മളിൽ പലരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സുഹൃത്തുക്കളുടെ കൂടെയും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെയും ഒരുപാടധികം സമയം സ്പെൻഡ് ചെയ്യുന്നതും അവരുടെ ഇടയിൽ തന്നെ ജീവിതം ജീവിക്കുന്നതുമൊക്കെ എല്ലാവർക്കും തന്നെ വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ചില ആളുകളെങ്കിലും അവരുടെ ലൈഫിൽ ഇങ്ങനെ ആളുകൾക്ക് ചുറ്റും അല്ലെങ്കിൽ ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരിഷ്ടപ്പെടുന്നത് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് പേഴ്സണൽ സ്പേസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനർത്ഥം അവർക്ക് മറ്റ് സുഹൃത്തുക്കളൊന്നുമില്ല എന്നോ അല്ലെങ്കിൽ അവർ ലൈഫിൽ ഒറ്റപ്പെട്ടു എന്നൊന്നുമല്ല. അവർ മറ്റുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ടൈം അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് അലോൺ ആയിരിക്കുമ്പോഴാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാടധികം ഉണ്ടതാനും അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്ന 12 സ്പെഷ്യലായിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് വാല്യൂ ടൈം. ഏറ്റവും അധികം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയം തന്നെയാണ് എന്ന തിരിച്ചറിവുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്തതായിട്ട് ആകെയുള്ളത് നമ്മുടെ സമയം മാത്രമാണ് എന്നുള്ള യഥാർത്ഥത്തിൽ പലരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായും അവരുടെ സമയത്തിന് അത്രമേൽ ഇമ്പോർട്ടൻസ് നൽകുകയും അതൊരിക്കലും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുകയോ ഈവൻ മറ്റുള്ളവരുടെ സമയവും അവർ പാഴാക്കുകയോ ചെയ്യില്ല. സമയത്തെ അത്രമേൽ വാല്യൂ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വളരെ പ്രൊഡക്റ്റീവായി തന്നെ ഉപയോഗിക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുക. വീഡിയോയുടെ ഇടയിൽ ഒന്ന് ഇടപെടുകയാണ്, കാരണം നിങ്ങൾക്കൊരു ദീപാവലി സമ്മാനം നൽകുവാനുണ്ട്. സമ്മാനം എന്താണെന്ന് അറിയുമോ? ദേഷ്യം, വെറുപ്പ്, ക്ഷമയില്ലായ്മ ഇതെല്ലാം ഉള്ളിൽ കിടന്നു പുകയുമ്പോഴും ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്. ബുദ്ധ സ്പിരിച്വൽ ഫോർ ലീഡർഷിപ്പ് ആൻഡ് സക്സസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന് നിങ്ങളെ ഈ കാര്യത്തിൽ തീർച്ചയായും സഹായിക്കുവാൻ കഴിയും. നല്ലൊരു വ്യക്തിയാകുന്നതിന് മാത്രമല്ല, നല്ല നേതൃത്വ ഗുണമുള്ളൊരു വ്യക്തിയായി മാറാനും ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. ഈ പുസ്തകം ഞാൻ കുക്കു FM-ൽ നിന്നും ഓഡിയോ ബുക്കായിട്ട് കേട്ടതാണ്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ ഒരു സ്പെഷ്യൽ ദീപാവലി ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു തരികയാണ്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ വേണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലേ? എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ പരിചയപ്പെടുത്തി തരാം. 10 lakhs വർത്ത് റുപ്പീസിന്റെ ഗിഫ്റ്റുകളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ് കുക്കു FM. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, സമയം കളയാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കുക്കു FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദിവാലി 50 എന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ചാർജായ 399 രൂപയാണ്. അത് 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് 199 രൂപയ്ക്ക് ലഭിക്കും. ഇനി ഈ 50% ഡിസ്കൗണ്ട് ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല, 10 ലക്ഷം രൂപയുടെ വർത്തുള്ള ഒരുപാട് സമ്മാനങ്ങൾ, ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച കുക്കു FM ഓഡിയോ ബുക്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദീപാവലി മുതൽ ഒരു പുതിയ ദീപമായി തെളിയും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. ഈ ദീപാവലിക്ക് വിജയത്തിന്റെ ദീപം തെളിയിക്കൂ. കം ബാക്ക് ടു ദ വീഡിയോ. രണ്ടാമത്തേത് സെൽഫ് അവയർനെസ്. പല ആളുകളും നമ്മുടെ തന്നെ ഇമോഷൻസും അതുപോലെ തോട്ട് പ്രോസസ്സും ഒക്കെ ഇഗ്നോർ ചെയ്യാൻ കൂടുതലും കാരണം അവർക്ക് അവരെ പറ്റിയുള്ള ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ സെൽഫ് അവയർനെസ് ഇല്ലാതെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ സാധിക്കാതെയും നമ്മുടെ തോട്ട്സ് നമുക്ക് വ്യക്തമായിട്ട് ഫ്രെയിം ചെയ്യാൻ സാധിക്കാതെയും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് ചില കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ വിഷമം വരുന്നത്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ദേഷ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ പറ്റിയൊന്നും യാതൊരു ഐഡിയയും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല. എന്നാൽ സെൽഫ് അവെയർ ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഇമോഷൻസിനെ കൃത്യമായി തന്നെ റെഗുലേറ്റ് ചെയ്യുകയും മാത്രമല്ല അവരുടെ ഇമോഷൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു ദീർഘവീക്ഷണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലെവൽ ഹെഡഡ്നെസ്. പലപ്പോഴും ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും യാതൊരുവിധ ബോധവുമില്ലാതെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ തന്നെ മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാൽ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും അവരെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുകയില്ല. മറിച്ച് വളരെയധികം സെൻസിബിൾ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും. നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. പലപ്പോഴും ഒറ്റയ്ക്ക് ലൈഫിൽ എലോൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ കൂടുതലും ക്ലോസ് മൈൻഡഡ് ആയിരിക്കും എന്നൊരു ധാരണ പലർക്കുമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകൾ ക്ലോസ് മൈൻഡഡ് ആയിരിക്കില്ല. മറിച്ച് അവർ വളരെയധികം ഫ്രണ്ട്ലിയും അതുപോലെ ഓപ്പൺ മൈൻഡഡും ആയിരിക്കും. ദ ഓൺലി തിങ് ഈസ് അവർ മറ്റുള്ള ആളുകളുടെ കൂടെയുള്ള ഡ്രാമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കപടമായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാറില്ല എന്നുള്ളത് മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ.
അഞ്ചാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലിയർ കട്ട് ബൗണ്ടറീസ്. കൃത്യമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും റിലേഷൻഷിപ്സിലും ഫ്രണ്ട്ഷിപ്സിലും ഒക്കെ വരുന്ന വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നാറുണ്ട്. കാരണം പ്രൊഫഷണലും അതുപോലെ പേഴ്സണലുമായിട്ടുള്ള ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അവർ പല തരത്തിലുള്ള പല സ്വഭാവ സവിശേഷതകളുള്ള ആളുകളായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരേപോലെ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്ലിയർ കട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ള ഒരു മിടുക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ആറാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവയർനെസ് ഓഫ് വീക്ക്നെസ്സസ് ആൻഡ് സ്ട്രെങ്ത്സ്. പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് തങ്ങളുടെ കഴിവുകൾ അതുപോലെ നമ്മുടെ വീക്ക്നെസ്സസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം പലപ്പോഴും ആളുകൾ കാണിക്കാറുണ്ടാവില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ സ്ട്രെങ്ത്സും അതുപോലെ വീക്ക്നെസ്സസിനെ പറ്റി കൃത്യമായൊരു അവയർനെസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വളരെയധികം പവർഫുള്ളായിരിക്കും. മാത്രമല്ല ആ ഒരു അവയർനെസ് അവരെ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തരാക്കുകയും ലൈഫിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് അവരെ കൂടുതൽ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഏഴാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വെരി എംപത്തറ്റിക് ആണ്. മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി ആളുകളോട് വളരെയധികം എംപതിയോടെ പെരുമാറുക എന്ന് പറയുന്ന ക്വാളിറ്റി ഏറ്റവും അധികം കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ലോൺലി ആയിട്ട് അല്ലെങ്കിൽ അലോൺ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും മറ്റു മനുഷ്യരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കില്ല, അല്ലെങ്കിൽ അവർ വളരെയധികം റിജിഡ് ആൻഡ് ക്ലോസ്ഡ് മൈൻഡ് ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് പൊതുവേ സമൂഹത്തിനുണ്ടെങ്കിൽ പോലും വളരെയധികം എംപതി ഉള്ള ഒരു വിഭാഗം തന്നെയാണ് എലോൺ ആയിട്ടുള്ള ലോൺലി ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇൻഫാക്റ്റ് പലപ്പോഴും എക്സ്ട്രോവേർട്സിനേക്കാളും അല്ല എങ്കിൽ ഒരുപാട് അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ എംപതി ഷോ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അലോൺ ആയിട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണെന്ന് ചില പഠനങ്ങളിൽ കണ്ടുവന്നിട്ടുണ്ട്. എട്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗൈഡഡ് ബൈ ഇൻറ്റ്യൂഷൻ ആണ്. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ പല ആളുകളും പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ നമ്മുടെ യാത്രകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇൻറ്റ്യൂഷനിൽ മാത്രം ഗൈഡഡ് ആയിട്ട് പോകുന്ന ആളുകളാണ്. ഏറ്റവും അധികം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ തന്നെ ഇന്നർ വോയിസ് അഥവാ ഇൻറ്റ്യൂഷനിൽ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവർ അവർക്ക് എന്തൊക്കെ ഉപദേശങ്ങൾ നൽകിയാലും ആ ഉപദേശങ്ങളൊക്കെ ആവശ്യമെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വന്തം ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന മണ്ടത്തരങ്ങൾ കേട്ട് ഓരോ കുഴിയിൽ പോയി ചാടുന്നതിന് പകരം സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എടുക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും ഇത്തരം ആളുകൾക്ക് വളരെ അധികമായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒൻപതാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നെവർ ഡിപ്പെൻഡ് ഓൺ സംവൺ. എന്തൊരു കാര്യത്തിനായാലും നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സക്സസ്സിനെ വലിയ രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. മാത്രമല്ല അത് നമ്മുടെ തന്നെ കഴിവുകേടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ലോൺലി ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ളവരെ ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറില്ല. മാത്രമല്ല അവരുടെ കാര്യങ്ങൾ വളരെ സ്വയം പര്യാപ്തതയോടുകൂടി തന്നെ ചെയ്ത് തീർക്കാനുള്ള ഒരു ക്വാളിറ്റി അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അവരൊരിക്കലും ഒരു ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടൊന്നോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് അവർ ഈ കാര്യം ചെയ്തു തരും അല്ലെങ്കിൽ അവർ ആ കാര്യം ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും കീപ്പ് ചെയ്യാറില്ല. പത്താമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ. ലോകത്തോട് തന്നെ പൊതുവിൽ ഒരു സമഭാവനയും അതുപോലെ സ്നേഹവും പരിലാളനവും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇത്തരം ആളുകൾക്ക് സാധിക്കാറുണ്ട്. അവർ ചെറിയ മൃഗങ്ങളോടും അതുപോലെ മനുഷ്യരോടും ഒക്കെ തന്നെ വളരെയധികം സ്നേഹവും താല്പര്യവും അതുപോലെ ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങളിൽ പോലും ഒരുപാടധികം സ്നേഹവും ഒരുപാടധികം സന്തോഷവും ഒരുപാടധികം മനസമാധാനവും അതുപോലെ എനർജി എക്സ്ചേഞ്ചും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. 11ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി തന്നെ വളരെയധികം കോൺഫിഡൻ്റ് ആയി ഇരിക്കാനായിട്ട് ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എക്സ്റ്റേണലി നമുക്ക് ലഭിക്കുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഉദാഹരണത്തിന് മറ്റുള്ളവർ നമ്മളെ വലിയ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ എന്തോ വലിയ കാര്യമാണെന്ന് നമുക്കൊരു ഇംപ്രഷൻ തന്നാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്രീസിയേഷനോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും കോൺഫിഡൻ്റ് ആയിരിക്കാൻ പറ്റില്ല എന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. എന്നാൽ എലോൺ ആയിട്ടിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഇങ്ങനെ മറ്റുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ്റെ വാലിഡേഷൻസ് സീക്ക് ചെയ്യാറില്ല. മറിച്ച് അവർ ഓൾറെഡി ഇന്നേറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരുടെ ഉള്ളിലുള്ള ആ കോൺഫിഡൻസ് എപ്പോഴും റേഡിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് അവരെ കൂടുതൽ ഡിസൈറബിൾ ആക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും.
12ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. തീർച്ചയായിട്ടും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ മറ്റാരും തന്നെ നമ്മളെ സ്നേഹിക്കാൻ തയ്യാറാവില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് യഥാർത്ഥത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ഇമോഷൻ നമ്മളിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അലോണായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ കണ്ടെത്താൻ സാധിക്കുന്ന 12 സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.